ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രിഞ്ചൽ ഫ്രൈഡ് റെസിപ്പി ആയിട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ മിക്കവരും ഇത് ഫ്രൈ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ചിലർക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവാതെ കറക്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് നീളത്തിലുള്ള ബ്രിഞ്ചലായിരുന്നു. അപ്പോൾ ഞാനത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ബൗളിൽ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് സോൾട്ടാണ്. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ടും കൂടിയിട്ട് 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അരിപ്പൊടി. അത് ഞാൻ 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് കറക്റ്റ് കുറേ നേരത്തിന് അത് നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതെന്തായാലും കുഴഞ്ഞു പോവും. ഇനി നമുക്ക് ബ്രിഞ്ചൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഫിഷൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എണ്ണയും കുടിക്കത്തില്ല. ഇതിങ്ങനെ അരിപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയും കുടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വഴുതനങ്ങയൊക്കെ പൊരിക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ശരിക്ക് പക്ക എണ്ണ കുടിക്കാതെയും അതുപോലെ കുഴഞ്ഞെടുക്കാതെയും നമുക്ക് ബ്രിഞ്ചൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.